വത്തുക്കാലൻ കുടുംബം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അതിപുരാതന കുടുംബമാണ്. അഞ്ചരക്കണ്ടി പാളയത്താണ് ഇതിൻ്റെ തറവാട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 450 വർഷം പഴക്കമുള്ള ആ തറവാടിൽ നിന്നും ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നും ഉത്ഭവിച്ച ആ കുടുംബ പരമ്പര ഇന്ന് കേരളക്കരയിൽ, കേരളത്തിന് പുറത്തും വിദേശത്തുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹാ കുടുംബമായി മാറിയിരിക്കുകയാണ്. ഏകദേശം 7 വർഷം മുമ്പേ, കൃത്യമായി പറഞ്ഞാൽ 8 വർഷം, മുഴപ്പിലങ്ങാട് കടപ്പുറത്ത് വെച്ച് ഇതിൻ്റെ ഒരു മഹാസംഗമം നടക്കുകയുണ്ടായി. വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിയേറിപ്പാർത്ത ഈ തലമുറയെ മുഴുവൻ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു മഹാസംഗമം ഏകദേശം 5000-ന് മുകളിൽ ആളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അന്ന് നടക്കുകയുണ്ടായി. അതിനുശേഷം 7 വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നിക്കുകയാണ്. മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിനടുത്തുള്ള അതിവിശാലമായ, ഞങ്ങളുടെ തന്നെ ഓൺ പ്രോപ്പർട്ടിയായ ബീച്ചിനടുത്തുള്ള ആ സ്ഥലത്ത് വെച്ച് വിശാലമായ പന്തലിൽ ഈ വരുന്ന 28-ാം തീയതി ഞായറാഴ്ച ഞങ്ങൾ വീണ്ടും ഒരുമിക്കുകയാണ്. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞങ്ങൾ ആ സമ്മേളനത്തിൽ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കൃത്യമായ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലെങ്കിലും ഇന്ന് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ആ ഇൻഫർമേഷൻ. അതുകൊണ്ട് തന്നെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് നമുക്കത് വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ നമുക്ക് ഇതിൽ ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങളോട് ഏറ്റിരിക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ തുറമുഖ വികസന മന്ത്രി ശ്രീ കടന്നപ്പള്ളി സാറാണ്. അദ്ദേഹമാണ് മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന മതാധ്യക്ഷനും കൂടിയായ പാണക്കാട് സാദിഖ് അലി തങ്ങളും, അതുപോലെ പ്രഗത്ഭരായ മോട്ടിവേഷൻ സ്പീക്കർമാരും, അറിയപ്പെടുന്ന സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളിലെ ഉന്നതരും, കുടുംബത്തിലെ തന്നെ ഒരുപാട് പ്രൊഫഷണൽസിലും പങ്കെടുക്കുന്ന വിവിധ സെഷനുകളിലായി നടക്കുന്ന, രാവിലെ 9:30 മണി മുതൽ വൈകുന്നേരം 6:30 മണി വരെ നടക്കുന്ന ഒരു മഹാസംഗമം. ഏകദേശം 5000-നും 8000-നും അടുത്ത ആളുകൾ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന, രജിസ്ട്രേഷൻ തന്നെ നിലവിൽ 5000 കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏകദേശം 8000-നടുത്ത ആളുകൾ തന്നെ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു മഹാസംഗമത്തിലേക്ക് വാർത്താ പ്രാധാന്യത്തോടു കൂടി നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പത്രപ്രവർത്തകരോട് നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഇന്നിൻ്റെ യുഗത്തിൽ മൂല്യങ്ങൾ, അറ്റുപോയ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കുക എന്നതും, ധാർമ്മിക മൂല്യങ്ങൾ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും തിരിച്ചു കൊണ്ടുവരിക എന്നൊരു മഹത്തായ ലക്ഷ്യവും, പുതിയ തലമുറയെ നല്ലതായ പാന്താവിലേക്ക് നയിക്കുക എന്നൊരു ഉദ്ദേശത്തെയും, സമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ വളരെ താഴേക്കടയിൽ കിടക്കുന്ന കുടുംബാംഗങ്ങളെ കൈപിടിച്ചുയർത്തി അവരെ സാംസ്കാരിക, സാമൂഹ്യ രംഗത്തും അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലും ബിസിനസ് രംഗത്തും അവരെ ഉയർത്തുക എന്നൊരു ലക്ഷ്യവും, ഈ കുടുംബത്തെയെല്ലാം കൂട്ടിപ്പിടിക്കുക എന്ന മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു സംഗമം നടക്കുന്നത്. വിവിധ ശാഖകളിലായി, പല സ്ഥലങ്ങളിലായി അതിൻ്റെ ചെറിയ ചെറിയ ശാഖകളും ഉപശാഖകളുമായി കൊണ്ട് തന്നെ ഒരുപാട് സംഗമങ്ങളും സന്ദേശങ്ങളും ഒരുപാട് പരിപാടികൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. ഒരു പ്രൊഫഷണൽ കോൺഫറൻസ് മർമറ റിസോർട്ടിൽ വെച്ച് ബഹുമാന്യനായ ജില്ലാ കളക്ടറെ ക്ഷണിച്ചുകൊണ്ട് ഒരു പ്രൊഫഷണൽ കോൺഫറൻസ് ഇതിൻ്റെ കഴിഞ്ഞ ആഴ്ച നടക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഫുട്ബോൾ മാച്ച്, ക്രിക്കറ്റ് മാച്ച്, വിവിധ സാംസ്കാരിക കലാപരമായ പരിപാടികളും ഒരുപാട് പരിപാടികൾ ഇതിനോടകം തന്നെ ഇതിൻ്റെ ഉപോത്ഫലകമായി നടന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു സമാപനം എന്നുള്ള നിലയിലാണ് മുഴപ്പിലങ്ങാട് കടപ്പുറത്ത് ഞങ്ങൾ കുടുംബക്കാർ ഒന്നിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യം അറിയിക്കുന്ന, കേരളത്തിൽ തന്നെ ഒരു സർനെയിമിൽ, കേരളത്തിൽ നിന്ന് മാത്രമല്ല വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുകയാണ്, ഒരു സർനെയിമിൽ ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു കൂട്ടം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഒരു സർനെയിമിൽ ഇത്രയും ആൾ കൂടിയ ഒരു മഹാകുടുംബ സംഗമം
എന്നൊരു ഖ്യാതി ഇതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ മനസ്സിലാക്കിയെടുത്തോളം ഒരു സർനെയിമിൽ ഇത്രയും ആൾ കൂടി ഒരു കുടുംബ സംഘം ഒരു പെർനെയിമിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഗിന്നസ് റെക്കോർഡിൻ്റെ ആൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എയ്ഡ്സ് ട്രസ്റ്റ് ഫോർ ഹോപ്പ് എന്ന സംഘടന നമ്മുടെ കുട്ടികൾക്കിടയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ സമൂഹത്തിലെ ഏറ്റവും മുൻപന്തിയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായുള്ള തുടക്കം മാത്രമാണ് അത് എന്നുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാം കൊണ്ടും ഒരു നല്ല ഒരു പരിപാടി 22-ാം തീയതി ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം 6 മണി വരെ മുളപ്പങ്ങാട് ബീച്ചിൽ നടക്കും. അതിന് നിങ്ങളുടെ സഹായം വേണം, നിങ്ങളുടെ എല്ലാം സാന്നിധ്യവും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഈ കാര്യത്തിൽ നിങ്ങളെല്ലാം ഈ മഹാകുടുംബ സംഗമത്തിൽ നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്നു. വിനീതമായി അഭ്യർത്ഥിച്ചിരുന്നു നിർത്തുന്നു. പത്തുക്കാലം കുടുംബ സംഗമത്തിൻ്റെ എല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ വേദി നമ്മുടെ കുടുംബത്തിലുണ്ട്. ടാലൻ്റായ വിദ്യാസമ്പന്നരായ PhD കാരും അതുപോലെ തന്നെ വക്കീലന്മാർ ഇത്തരം ആൾക്കാരുടെ ഒരു വേദിയാണ് പത്തുക്കാലം എയ്ഡ് ട്രസ്റ്റ് ഫോർ ഹോപ്പ്. അതുപോലെ തന്നെ ഫുട്ബോൾ ടീം, ക്രിക്കറ്റ് ടീം, ബാഡ്മിൻ്റൺ, അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഒരു വനിത പറഞ്ഞ ഒരു സംഭവം